എടി ആ പുതിയ ബസ് കണ്ടക്ടർ കൊള്ളാലോ. ആണോ? അതെ, നാളെ മുതൽ നമുക്ക് ഈ ബസ്സിൽ തന്നെ കയറിയാൽ മതി. ഓക്കെ? എങ്ങോട്ടാ ഏട്ടന്മാരെ? സഖാവേ എങ്ങോട്ടാ എടുക്കണ്ടേ? എനിക്ക് ടിക്കറ്റ് എന്തിനാ? പാസ്സല്ലേ? പാസോ? രാവിലെ തന്നെ ഓസം ഇറങ്ങിയേക്ക. ടിക്കറ്റ് എടുക്കും സഖാവേ. സകല ഓസ് നിർത്തലാക്കാൻ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ടിക്കറ്റ് എടുത്താ? ഇല്ലല്ലേ? ചേട്ടൻ എങ്ങോട്ടാ? നെടുമുടി പാലത്തിന്. ആ വിമതനാണല്ലേ? ആണെങ്കിൽ തനിക്കെന്താ? വിമതൻ ഇനി ആരെങ്കിലും എടുക്കാനുണ്ടോ ടിക്കറ്റ്? ടിക്കറ്റ് പള്ളത്തുരുത്തി. അതെ. എങ്ങോട്ടാ പോണ്ടേ? 2 പൂപ്പള്ളി 40. ടിക്കറ്റ് ഒരു വെള്ളം. പാലത്തിനപ്പുറമാണോ? ചേട്ടാ, ഈ ആ സ്ഥലത്തിന്റെ പേരെന്നാ? പൂപ്പള്ളി. ആ, പൂപ്പള്ളി. പൂപ്പള്ളി എവിടെയല്ലോ? താനെന്താ ടൂറിന് പോവാ? ഇങ്ങോട്ട് വന്നേ. കൊച്ചിനൊരു ബഹുമാനക്കുറവുണ്ടല്ലോ. ശരിയാക്കി തരാം. താനെന്തോടെ ചെക്കിംഗ് ഇൻസ്പെക്ടറോ? അല്ല, PSC കണ്ടക്ടർ. ചെക്കിംഗ് ഇൻസ്പെക്ടർക്കും പിന്നെ അങ്ങനല്ലേ? താനിത് പിടിച്ചേ. ഇത് പിടിക്കണം. അല്ല, ഇതിന്റെ പ്രവർത്തനം എങ്ങനെ? കൂടെ താൻ PSC ആണെന്ന് പറയുന്നുണ്ടല്ലോ. തന്റെ കഴിവും തെളിയിച്ചേ. അല്ല, എനിക്ക് ഈ കുത്തറിയത്തില്ല. ഞാൻ ഇത് ആദ്യമായിട്ടാ. പിന്നെ ഈ കുട്ടനാടൊക്കെ കണ്ടപ്പോ എല്ലാം അടിപൊളിയാണ്. ഇങ്ങോട്ട് നോക്ക്. എവിടെ? ഓ, ഇവിടെ. ഞാൻ ഹാഫ് ടിക്കറ്റ് പഠിക്കണ്ടേ? അല്ല പറഞ്ഞു കണ്ടിന്യൂ. അയ്യോ, അവള് വന്നെന്ന് തോന്നുന്നു. എടി, TV ഓഫ് ചെയ്തേ. വല്ലയിടത്ത് പഠിക്കാൻ നോക്ക്. ഓ, ഇവനായിരുന്നോ? ആവശ്യം അംഗീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. സ്കൂളിന്റെ നഷ്ടപ്പെട്ട അംഗീകാരം ഉടനെ പുനഃസ്ഥാപിക്കും. എടി കൊച്ചേ, അങ്ങോട്ട് മാറിക്കൊടുത്തേ. നീ അങ്ങോട്ട് ഇരിക്കണം. ഇപ്പൊ തീരൂ. അവള് വന്നു. പഠിക്കാൻ നോക്കേ. അമ്മ എന്താ ഇതൊക്കെ ആയിട്ട്? അയ്യോ, അത് ഞാനിങ്ങനെ വേഗം വന്നപ്പോഴേ. ഉച്ചക്ക് വിളിച്ചപ്പോ എന്താ പറഞ്ഞേ? അതൊന്നൊരു പുതിയ പുരുഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരു PSC നിയമനം. ഒന്നും അറിയത്തില്ല അവന്. കൊള്ളാലോ. ഇങ്ങനെയുള്ളവരൊക്കെയാണ് അപ്പൊ ജോലിക്ക് എടുക്കുന്നത്. ഈ വാ, വല്ലതും കഴിക്കാൻ നോക്കാം. വരുന്നു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം. ശങ്കു, പിള്ളേര് പഠിക്കുമ്പോഴാണോ നിന്റെ TV ആണുള്ളത്? അല്ല, ഞാൻ ഈ ചുമലോട്ടൻ ഓഫ് ചെയ്യാൻ നോക്കിട്ട് മഞ്ഞവട്ടം ഞെക്കിട്ട് ഓഫ്. നീയൊക്കെ എന്തോ അടി ഇരുന്ന് പഠിക്കുന്നേ TVയുടെ മുന്നില്? കയറിപ്പിടിയാത്ത പരീക്ഷ വഴിയായിട്ട് TV വെച്ചാലുണ്ടല്ലോ. പിള്ളേരിരുന്ന് പഠിക്കാ ശങ്കു. നീ പോയിക്കേ. ഇനിയിപ്പം സീരിയൽ കാണാത്ത വലിയ ഭാഗമാണോ? ലോകത്താരും സീരിയൽ കാണാത്ത പോലെ. എന്താ എന്നത്ര ദേഷ്യം? ചില്ലറ തരാതെ ബസ്സിൽ കയറിയവന്മാരുടെ ദേഷ്യം ശങ്കുവിനോട് തീർത്താണോ? ഒരുപാട് കോമഡി അടിക്കല്ലേ. ഇന്നോ പഠിച്ചോ. ശങ്കു പോയോ? അവനോട് അത്ര ദേഷ്യം വേണ്ടായിരുന്നു.
എന്ന് വെച്ച് ഇത്ര സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടുണ്ടോ? 2 പെൺകുട്ടികളുള്ള വീടല്ലേ? അപ്പോഴേക്കും പറഞ്ഞു നീ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് നിന്റെ സ്പെഷ്യൽ ഇല്ലേ, കാന്താരിയും പച്ചമാങ്ങയും തേങ്ങയൊക്കെ ഇട്ടുള്ള ഒരു ചമ്മന്തി അതുണ്ടാക്ക്. നമുക്ക് ഒരുമിച്ച് കഞ്ഞി കുടിക്കാം. ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ലല്ലോ, ഒരുപാടങ്ങ് സ്പെഷ്യൽ കഴിക്കണ്ട. ആ ഇനി ചമ്മന്തി ഇല്ലാത്തതിന്റെ പേരിൽ കഴിക്കാവുന്ന ഇരിക്കണ്ട, ഉണ്ടാക്കിയേക്കാം. പൊറോട്ടയും ബീഫ് ഉണ്ട് കേട്ടോ. ഒരുപാട് എന്നേക്ക് എനിക്കൊരു വാഴക്കപ്പം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായി കോട്ടയത്ത് പോയ പെണ്ണിന്റെ കാര്യം? സഖാവ് രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞപ്പോഴേ അവരെന്റെ നമ്പർ വരെ ബ്ലോക്ക് ചെയ്തു. പലചരക്കട ഉണ്ടെന്ന് പറയാൻ പറഞ്ഞിട്ടില്ലേ? സഖാവേ, ഞാൻ കള്ളം പറഞ്ഞ് കല്യാണം നടന്ന ആളല്ല. അപ്പൊ തന്റെ കല്യാണം അത് പിഴച്ചു പോയി. അതിവിടെ സഖാവിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? ദേ എന്നോട് പറ, ഇതുവരെ കണ്ട പെണ്ണിനെല്ലാം സൂപ്പറല്ലേ, എന്നിട്ട് സഖാവിന് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ചേരും വെടി ചേർക്കും. രസാഖോട് ഗുണ പട്ടിക പറഞ്ഞേ. ആ ഇതാ നിങ്ങൾ രാഷ്ട്രീയക്കാരെ കുഴപ്പം. എന്തെങ്കിലും പറഞ്ഞ റൂട്ട് മാറ്റിവിടും. നമ്മുടെ റൂട്ടിലേക്ക് വാ. മനസ്സിൽ വല്ലരും ഉണ്ടേ? മനസ്സില് ഇത് കുറെ ഉണ്ടല്ലോ. ആ കൂട്ടത്തിൽ എന്റെ മൂളും ഉണ്ടല്ലോ. അതിലേതാ സഖാവേ? വേഗം ചെല്ലു, അസംബ്ലി തുടങ്ങാറായി. വടയുടെ കാശ് പട്ടിലിരിക്കും. അയ്യോ എനിക്ക് ഇവിടെ എനിക്ക് എങ്ങും പറ്റില്ല. നമുക്ക് ശ്രീധത്തിന്റെ കാശിന്ന് പിടിക്കാം. ബൈ. ഗൗതമി, ഗൗതമി, ഡോണ്ട് ഗോ. ഗൗതമി, ഞാൻ ആ വഴിക്കായിരുന്നു. ഒരു ലിഫ്റ്റ് കിട്ടിയിരുന്ന ഉപകാരമായിരുന്നു. ആർക്കുപകാരം? എനിക്ക് ഉപകാരമായിരുന്നു. സഖാവേ, ഓസാനത് KSRTC അല്ലേ കേട്ടോ? ഗൗതമി, ഞാൻ സംയമനം പാലിച്ച് ബാക്കിലിരുന്നോളാം. നോ ടച്ചിങ്സ്. ഞാൻ അതിലും നല്ലൊരു ഐഡിയ പറയട്ടെ. സഖാവ് ഒരു പെണ്ണ് കിട്ട്. നോണം കേട്ട സർക്കാരും ഓസാൻ കുറെ രാഷ്ട്രീയക്കാരും. ലിഫ്റ്റ് വെച്ചിട്ട് സർക്കാർ എന്ത് കഴിച്ചു? രാജിവെക്കാൻ പറയായിരുന്നു. നന്നായി. ഇതാണ് എന്റെ ഇന്ത്യ. ഞാൻ സ്വപ്നം കണ്ട ഇന്ത്യ. നീ ഇത് കാരണമാണോ പെണ്ണ് കിട്ടാത്തത്? അത് സഖാവ് നല്ല രീതിയിൽ നോക്കാഞ്ഞിട്ടാ. ആ ഇതെപ്പറ്റി ലോട്ടറി കച്ചവടം അങ്ങനെ സുഖമായിട്ട് പോകണ്ടല്ലേ? അപ്പൊ ആ കാര്യം നോക്കിയാ പോരെ? പോയി വിട്ടോ. ആ നിക്ക് എന്താ സഖാവേ? നിങ്ങളോടല്ല, അവിടെ പറഞ്ഞതാണ്. വെറുതെ മനുഷ്യനെ കൊതിപ്പിച്ച്. ലിഫ്റ്റ്. എന്റെ പൊന്ന് സഖാവേ, ഇപ്പൊ പിന്നെ ഇരിക്കുന്ന ആൾക്ക് ഹെൽമെറ്റ് നിർബന്ധം ഇല്ല. എന്റെ ലൈസൻസ് പോകും. സഖാവ് നടന്നങ്ങ് പോയച്ചാ മതി. അവന്റെ ഒരു അഹങ്കാരം. പിന്നെ എത്രയും പെട്ടെന്ന് പോലീസിനെ കൊണ്ടുവിടില്ല. വിലാസിനി വാ കേറ്. പ്രഭേട്ടനോ? ഈ വെയിൽ കൊണ്ട് കറുത്തു പോലും. ഏട്ടനും വെയിലോളൊന്ന് കുറയ്ക്കണം. എടാ പ്രഭാകരാ, എന്നാ ജംഗ്ഷനിലൊന്ന് ഇറക്കിയാ മതി. ജംഗ്ഷനിലല്ല, നീ പറയുന്ന എവിടെ വേണമെങ്കിലും ഞാൻ ഇറക്കാം. എങ്ങനെയും എത്രയും പെട്ടെന്ന് ഒരു വണ്ടി ഓടിക്കാൻ പറ്റില്ല. ആദ്യം സൈക്കിൾ ബാലൻസ് സെറ്റ് ചെയ്യണം. പോയാ തണ്ടി.